വി.ഡി. സതീശനെ മുഖ്യമന്ത്രിയാക്കണമെന്നാവശ്യപ്പെട്ട് കാസർഗോഡ് ജില്ലയിലും പരക്കെ കോൺഗ്രസ് പ്രവർത്തകരുടെ പ്രകടനം. പട നയിച്ചവൻ നാട് നയിക്കട്ടെ എന്നതടക്കമുള്ള മുദ്രാവാക്യങ്ങളുമായാണ് പ്രവർത്തകർ തെരുവിലിറങ്ങിയത്. This news sponsored by Bobby Chamanur International Jewelers, traditionally trusted for 162 years. എല്ലാത്തരം പ്രതിസന്ധികളെയും തരണം ചെയ്തും പഴികൾ കേട്ടും തിരഞ്ഞെടുപ്പിനെ മുന്നിൽ നിന്ന് നയിച്ച പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനെ തന്നെ മുഖ്യമന്ത്രിയാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് കാസർഗോഡ് ജില്ലയിലെ പല കേന്ദ്രങ്ങളിലും കോൺഗ്രസ് പ്രവർത്തകർ പരസ്യ പ്രകടനവുമായി രംഗത്തിറങ്ങിയത്. ഇതിന്റെ ഭാഗമായി തൃക്കരിപ്പൂർ ബ്ലോക്ക് മണ്ഡലം ഭാരവാഹിയുടെ നേതൃത്വത്തിലാണ് പ്രവർത്തകർ വി.ഡി. സതീശനെ അനുകൂലിച്ചുള്ള മുദ്രാവാക്യങ്ങളുമായി തൃക്കരിപ്പൂരിൽ രംഗത്തിറങ്ങിയത്. നേതാക്കളായ പി.വി. അനിൽകുമാർ, ഇ. രാജേന്ദ്രൻ, എം.കെ. ദിനേശൻ, സി. ദാമോദരൻ, രാജുമുട്ടത്ത്, കെ.എൻ.സി. ഇബ്രാഹിം, ടി.വി. സുനിൽകുമാർ, യു.കെ. ഹരീശൻ തുടങ്ങിയവർ പ്രകടനത്തിന് നേതൃത്വം നൽകി. ടൗൺ കേന്ദ്രീകരിച്ച് നടത്തിയ പ്രകടനത്തിൽ നിരവധി പ്രവർത്തകരും പങ്കെടുത്തു. സമാനമായ രീതിയിൽ മലയോര സ്ഥിരാകേന്ദ്രമായ വെള്ളരിക്കുണ്ട് ടൗണിലും വി.ഡി. സതീശനെ പിന്തുണ പ്രഖ്യാപിച്ച് കോൺഗ്രസ് പ്രവർത്തകർ രംഗത്തിറങ്ങി. മുന്നിൽ നിന്ന് നയിച്ചവര് വി.ഡി. സതീശ പോരാട് ഷോണി കെ ജോർജ്, ടി കെ യുവജൻ മാസ്റ്റർ, സണ്ണി കള്ളുവേലിൽ, ജോസ്, ഫൈസൽ, ജോബി കാര്യാവ് തുടങ്ങിയവർ പ്രകടനത്തിന് നേതൃത്വം നൽകി. നിരവധി ആളുകളാണ് ഇവിടെയും പ്രകടനത്തിൽ അണിചേർന്നത്. എല്ലാ തരത്തിലും വി.ഡി. സതീശൻ തന്നെയാണ് ഇത്തവണത്തെ മുഖ്യമന്ത്രി സ്ഥാനത്തിന് ഏറ്റവും അർഹനെന്ന് നേതാക്കൾ പറഞ്ഞു. നമുക്കറിയാം, പഞ്ചായത്ത് ഇലക്ഷൻ നയിച്ചതും അതിനുമുള്ള ഉപതെരഞ്ഞെടുപ്പുകൾ നയിച്ചതും അതുപോലെ എല്ലാ തിരഞ്ഞെടുപ്പുകളിലും എന്താണോ വി.ഡി. സതീശൻ ലക്ഷ്യം വെച്ചത്, കൃത്യമായ ലക്ഷ്യം സാധിക്കുന്ന രീതിയിലേക്ക് ഈ കേരളം നടന്നു നീങ്ങുമ്പോൾ കോൺഗ്രസ് മുക്ത കേരളം എന്നുള്ളതിനെ മാറ്റി കോൺഗ്രസിനെ മുത്തം വെക്കുന്ന ഒരു കേരളം, അതാണ് ഇപ്പോൾ കണ്ടിരിക്കുന്നത്. കോൺഗ്രസിനെ മുത്തം വെക്കുന്ന, UDFനെ മുത്തം വെക്കുന്ന ഒരു കേരളം എന്നുള്ള അവസ്ഥയിലേക്ക് ഈ നാട് മാറുകയാണ്. ഈ അവസരത്തിൽ വി.ഡി. സതീശനെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി തെരഞ്ഞെടുക്കണമെന്ന് ഹൈക്കമാൻഡിനോട് പറയുന്നതിന് വേണ്ടി, ആവശ്യപ്പെടുന്നതിന് വേണ്ടിയാണ് നമ്മളിവിടെ ഈ പ്രകടനം നടത്തിയിരിക്കുന്നത്. ഇതേ ആവശ്യവും മുദ്രാവാക്യങ്ങളുമായി ഉദുമയിലും കോൺഗ്രസ് പ്രവർത്തകരുടെ പ്രകടനം നടന്നു. ഉദയമംഗലം മുതൽ ഉദുമ വരെ നടത്തിയ പ്രകടനത്തിന് പി.വി. ഉദയകുമാർ, പന്തൽ നാരായണൻ, പുരുഷോത്തമൻ നായർ മുല്ലച്ചേരി, സുരേഷ് മുതിയക്കാൽ, രമേശൻ ബേക്കൽ, അനീഷ് പണിക്കർ, ധർമ്മൻ മുല്ലച്ചേരി, സലാം, ഷിഹാബ്, രതീഷ്, കാർത്തിയാനി ബാബു, രാധിക ഉദയമംഗലം, സജി തുടങ്ങിയവർ നേതൃത്വം നൽകി. പൊതുവികാരം മുൻനിർത്തി കാഞ്ഞങ്ങാട് നഗരത്തിലും സമാനമായ രീതിയിലുള്ള പ്രകടനം നടന്നു. പട നയിച്ചവൻ നാട് നയിക്കട്ടെ എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ടായിരുന്നു ഇവിടുത്തെ പ്രകടനം. ഇതേ മുദ്രാവാക്യവുമായി ഇവർ നഗരത്തിൽ ഫ്ലക്സ് ബോർഡും ഉയർത്തി. ഒരു നേതാക്കന്മാർക്കും എതിരില്ലെന്നും എല്ലാവരോടും ബഹുമാനമുണ്ടെന്നും, എന്നാൽ ഇപ്പോൾ വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയാകണമെന്നത് തന്നെയാണ് പൊതുവായ വികാരമെന്നും അത് നേതൃത്വം മാനിക്കണമെന്നുമാണ് പ്രകടനവുമായി ഇറങ്ങിയവർ അഭ്യർത്ഥിക്കുന്നത്. കേരളത്തിലെ ചരിത്ര വിജയത്തിന് ശേഷം കേരളത്തിലെ മുഖ്യമന്ത്രി ആരാകണമെന്നുള്ള ജനവികാരത്തിനൊപ്പമാണ് കാഞ്ഞങ്ങാട് ഇന്ന് നിൽക്കുന്നത്. നമ്മൾ ആർക്കും എതിരല്ല, എല്ലാ നേതാക്കന്മാരെയും ബഹുമാനിച്ചുകൊണ്ട്, ചെന്നിത്തലയും അതുപോലെ കെ.സി. വേണുഗോപാലിനൊക്കെ ബഹുമാനിച്ചുകൊണ്ട്, പക്ഷേ ഈ പട നയിച്ചത് ശ്രീ വി.ഡി. സതീശനാണ്. ഈ പടയിൽ ഈ യുദ്ധത്തിന് നേതൃത്വം കൊടുത്ത വി.ഡി. സതീശൻ തന്നെ വരണമെന്നുള്ളത് കേരളത്തിലെ ബഹുഭൂരിപക്ഷം ജനങ്ങളും ആഗ്രഹിക്കുന്നുണ്ട്. അത് നടപ്പിൽ വരുത്തണമെന്നാണ് ഞങ്ങളുടെ ഏക ആവശ്യം. ആരാകണം മുഖ്യമന്ത്രി എന്നത് സംബന്ധിച്ച് കോൺഗ്രസിനുള്ളിലെ ചർച്ചകളും രാഷ്ട്രീയ സാഹചര്യങ്ങളും നിലനിൽക്കുന്നതിനിടെയാണ് പലയിടങ്ങളിലും വി.ഡി. സതീശന് ഐക്യദാർഢ്യവും പിന്തുണയും പ്രഖ്യാപിച്ച് പ്രാദേശിക നേതൃത്വങ്ങളുടെ പരസ്യമായ പ്രകടനം നടന്നത്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ് വിഷൻ.